കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന അമ്മമാരോടൊരു ചോദ്യം. ഇതിനാണോ നിങ്ങൾ 9 മാസത്തോളം അവരെ ഉദരത്തിൽ വഹിച്ചത്? എന്തിനാണ് നൊന്തു പ്രസവിച്ചത്? മക്കളെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്തിനാണ്? തിരുവനന്തപുരം ചിറയിൻകീഴിൽ ഭിന്നശേഷിയുള്ള 8 വയസ്സുകാരിയെ അമ്മ കൊലപ്പെടുത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. പറയാൻ പല ന്യായങ്ങളും വാദങ്ങളും കാണും. പക്ഷെ ഈ സമൂഹത്തിന് മുന്നിൽ നിങ്ങളെന്നും മകളുടെ കൊലയാളിയാണ്. കേട്ടാൽ ഹൃദയം നുറുങ്ങുന്ന ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ചെറിയ വാക്ക് തർക്കങ്ങളുടെ പേരിലാണ് നമ്മുടെ നാട്ടിൽ പല കൊലപാതകങ്ങളും നടക്കുന്നത്. കൊല്ലത്ത് അതിഥി തൊഴിലാളിയെ കഴുത്തറുത്ത് കൊന്നതും സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ്. ബംഗാൾ സ്വദേശി അൽതാഫ് മിയെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചു മൂടി. സംഭവത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളും ബംഗാൾ സ്വദേശികളുമായ 2 പേരെ കണ്ണനല്ലൂർ പോലീസ് പിടികൂടി. ബംഗാൾ സ്വദേശി അൽതാഫ് മിയെയാണ് കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ 17 മുതൽ ഇയാളെ കാണാനില്ലെന്ന ഫാക്ടറി അധികൃതരുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊന്നു കുഴിച്ചുമൂടിയ വിവരം തെളിയുന്നത്. പരാതി ലഭിച്ചപ്പോൾ തന്നെ ഒപ്പം ജോലി ചെയ്തിരുന്ന 2 പേരെ കണ്ണനല്ലൂർ പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ കൊല്ലപ്പെട്ടയാളും ഇവരും ഒരുമിച്ച് നടന്നു പോകുന്നത് കണ്ടതായി വിവരം ലഭിച്ചു. തുടർന്ന് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾ കുറ്റസമ്മതം നടത്തിയത്. കൊല്ലപ്പെട്ട അൽതാഫ് മിയയുടെ കയ്യിലുള്ള പണം തട്ടിയെടുക്കുന്നതിനായാണ് കൊലപാതകം നടത്തിയതെന്നാണ് വിവരം. മുടിച്ചിറയിലെ ആളൊഴിഞ്ഞ സ്ഥലം കേന്ദ്രീകരിച്ച് അവധി ദിവസങ്ങളിൽ പണം വെച്ച് ചൂതുകളി നടക്കാറുണ്ടായിരുന്നു. ചൂതുകളി കഴിഞ്ഞ് മടങ്ങവെയാണ് കൊലപാതകം. അൽതാഫിന്റെ സുഹൃത്തുക്കളും ബംഗാൾ സ്വദേശികളുമായ വികാസ്, അൻവർ എന്നിവരാണ് പിടിയിലായത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. ബ്ലേഡ് ഉപയോഗിച്ചാണ് അൽതാഫിന്റെ കഴുത്തറുത്തത്. കുഴിച്ചുമൂടിയ സ്ഥലത്ത് വെള്ളിയാഴ്ച RDOയുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തി മൃതദേഹം പുറത്തെടുക്കും. എത്ര രൂപയാണ് തട്ടിയെടുത്തതെന്ന വിവരം പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തമാവുകയുള്ളൂ. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരിക്കൽ ലഹരി കേസിൽപ്പെട്ടാൽ പിന്നെ കഞ്ചാവ് മാഫിയകൾ നിങ്ങൾക്ക് പിന്നാലെ തന്നെ ഉണ്ടാകും. എത്ര നന്നാകാൻ നോക്കിയാലും വീണ്ടും അവർ സൗഹൃദം സ്ഥാപിച്ച് കൂടെ കൂടും. നിങ്ങളെ വീണ്ടും ലഹരിയുടെ ക്യാരിയർമാരാക്കും. കാസർകോട്ടെ ഇർഷാദ് എന്ന യുവാവ് ലഹരി കേസിൽ ഉൾപ്പെട്ട് പിന്നീട് ജയിൽ മോചിതനായതാണ്. നല്ല നടപ്പിന് കാഞ്ഞങ്ങാട് പോലീസ് ഒരു ജോലിയും തരപ്പെടുത്തി കൊടുത്തു. പക്ഷേ ഇർഷാദ് വീണ്ടും ലഹരി മരുന്ന് വിൽപ്പന സംഘത്തിൽപ്പെട്ടു. ബംഗളൂരിൽ നിന്നും ലഹരി കൊണ്ടുവരുന്നതിനിടെ പോലീസ് പ്രതിയെ പൊക്കി. സിനിമാ സ്റ്റൈലിൽ നടുറോഡിൽ വാഹനം കുറുകെയിട്ട് സാഹസികമായാണ് പോലീസ് ഇർഷാദിനെ പിടികൂടിയത്. ലഹരിമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായതിനെ തുടർന്ന് കാപ്പ കേസിൽ ജയിലിലായിരുന്ന ഇർഷാദ് 6 മാസം മുൻപാണ് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം DYSP ഇടപെട്ട് ഇയാൾക്ക് കാഞ്ഞങ്ങാട്ടെ ഫ്രൂട്ട്സ് കടയിൽ ജോലി തരപ്പെടുത്തി നൽകിയിരുന്നു. ഇനി ലഹരിമരുന്ന് ഇടപാട് നടത്തില്ലെന്നാണ് ഇർഷാദ് പോലീസിന് ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ അടുത്തിടെ ഇർഷാദ് വീണ്ടും ലഹരിമരുന്ന് കടത്തു തുടങ്ങിയതായും ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ MDMA കൊണ്ടുവരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ഇതേ തുടർന്ന് ആഴ്ചകളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. ലഹരിമരുന്ന് കൊണ്ടുവരുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അതിഞ്ഞാൽ കോയപ്പള്ളിക്ക് സമീപം നടുറോഡിൽ വാഹനം കുറുകിയിട്ടാണ് ഇർഷാദിനെ പോലീസ് പിടികൂടിയത്. പോലീസിനെ കണ്ട പ്രതി കാർ പിറകോട്ടെടുത്തപ്പോൾ മറ്റൊരു കാറിലിടിച്ചു. തുടർന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടിയ ഇർഷാദിനെ പോലീസ് പിന്തുടർന്നാണ് പിടികൂടിയത്. നാലു പാക്കറ്റ് MDMA പ്രതി വിഴുങ്ങുകയും അക്രമാസക്തനാവുകയും ചെയ്തെങ്കിലും പോലീസ് സാഹസികമായി പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ബിജോയുടെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയിലാണ് ഇർഷാദ് കുടുങ്ങിയത്. പ്രതിക്കെതിരെ ഹോസ്ദുർഗ്, പയ്യന്നൂർ പോലീസ് സ്റ്റേഷനുകളിൽ ലഹരിമരുന്ന് കേസുകൾ നിലവിലുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കൊച്ചിയെ നടുക്കിയ റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ.
2009 മുതൽ 16 വരെ നടന്ന 9 അരുംകൊലകൾ പലരും മറക്കാനിടയില്ല. തേവര സ്വദേശി കുഞ്ഞുമോൻ സേവ്യറാണ് ഈ കേസിലെല്ലാം പോലീസ് കണ്ടെത്തിയ കൊലയാളി. പക്ഷെ 9 കേസുകളിലും സേവ്യർ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ 8 കേസുകളിൽ കുറ്റവിമുക്തനായിരുന്നു. അതുകൂടാതെ സുഹൃത്തായ ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതാണ്. എന്നാൽ ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ശിക്ഷ റദ്ദാക്കിയത്. 9 കൊലക്കേസുകളിലും കുറ്റവിമുക്തനാക്കപ്പെട്ട കുഞ്ഞുമോൻ ഉടൻ ജയിൽ മോചിതനാകും. രാത്രി കടത്തിണ്ണകളിൽ ഉറങ്ങിക്കിടക്കുന്നവരെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിന്റെ പേരിലാണ് കുഞ്ഞുമോൻ സേവ്യറിനെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നത്. സുഹൃത്ത് ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസൊഴികെ മറ്റെല്ലാ കേസുകളിലും വിചാരണ കോടതികൾ ഇയാളെ വെറുതെ വിട്ടിരുന്നു. കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. നേരത്തെ സുഹൃത്തായിരുന്ന ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞുമോന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീലിൽ ശിക്ഷ റദ്ദാക്കിയാണ് കുഞ്ഞുമോനെ ഹൈക്കോടതി വെറുതെ വിട്ടത്. 9 കൊലക്കേസുകളിൽ പോലീസ് പ്രതിയാക്കിയതോടെ കഴിഞ്ഞ 7 വർഷമായി ഇയാൾ ജയിലിലാണ്. 2016 മാർച്ച് 7 എറണാകുളം നോർത്ത് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചിരുന്ന നെഞ്ചുണ്ണി എന്ന ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലാണ് സേവ്യർ ആദ്യം അറസ്റ്റിലായത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2009 ഓഗസ്റ്റ് 27 ബ്രോഡ്വേക്ക് സമീപം സന്താനം, 2009 നവംബർ 9 ബേസിൽ റോഡിൽ തകര, 2014 ജനുവരി 17 കരൂരിൽ പരമേശ്വരൻ, 2015 ഒക്ടോബർ 17 നോർത്ത് റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ സെൽവം, 2007 തൃക്കാക്കരയിൽ വയോധികൻ, 2008 കളക്ടറേറ്റിന് സമീപം ചായക്കടയ്ക്ക് മുന്നിൽ ഉറങ്ങിക്കിടന്ന യുവാവ്, 2008 ഇടപ്പള്ളി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അബ്ദുൽ ഖാദർ, 2008 തന്നെ വരാപ്പുഴ ചെറിയ പള്ളിക്ക് സമീപം പ്രതാപചന്ദ്രൻ എന്നിവരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസുകൾ. ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസൊഴികെ മറ്റെല്ലാ കേസുകളിലും വിചാരണ കോടതികൾ കുഞ്ഞുമോനെ വെറുതെ വിട്ടു. ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഫലപ്രദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വിലയിരുത്തിയാണ് കോടതികൾ വിധി പറഞ്ഞത്. ഒരു കൊലപാതക കേസിൽ കുഞ്ഞുമോനെ കുറ്റവിമുക്തനാക്കിയ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ കേസിൽ റഷീദ് എന്നൊരാളെയാണ് ആദ്യം പ്രതി ചേർത്തിരുന്നത്. പിന്നീട് അയാളെ മാറ്റി കുഞ്ഞുമോനെ പോലീസ് പ്രതിയാക്കി. ഈ നടപടിയെ വിമർശിച്ച വിചാരണ കോടതി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് സുഹൃത്തായ ഉണ്ണികൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലും കുഞ്ഞുമോൻ സേവ്യർ കുറ്റവിമുക്തനായി പുറത്തിറങ്ങുന്നത്. ന്യൂസ് 18 കൊച്ചി. വയറുവേദനയ്ക്ക് ചികിത്സിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുകയും നിരവധി യുവതികളെ പീഡിപ്പിക്കുകയും ചെയ്ത ഒരു ബിരുദനുണ്ട് മലപ്പുറം കാവനൂരിൽ. കാവനൂർ സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ 4 വർഷം മുൻപ് സമാനമായ രീതിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിലായതാണ്. പുറത്തിറങ്ങിയ ശേഷവും വ്യാജസിദ്ധന്റെ തട്ടിപ്പുകൾ തുടർന്നു. ഒടുവിൽ കോഴിക്കോട് കുന്നമംഗലം സ്വദേശിനിയായ യുവതിയെയും മരുന്ന് നൽകി മയക്കി പീഡിപ്പിച്ചെന്ന കേസിൽ ഇയാൾ വീണ്ടും അറസ്റ്റിലായിട്ടുണ്ട്. നിരവധി യുവതികളെ ഇയാൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതായാണ് വിവരം. ഡിസംബർ 9 മടവൂരിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചികിത്സയ്ക്കെന്ന പേരിൽ അബ്ദുൾ റഹ്മാൻ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു. വയറുവേദന മാറാനെന്ന് പറഞ്ഞ് യുവതിക്ക് മരുന്ന് നൽകി മയക്കി. തുടർന്ന് യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. യുവതി പരാതി നൽകിയതോടെ അരിക്കോട്ട് നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ിൽ അബ്ദുൾ റഹ്മാൻ പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നെങ്കിലും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. സിദ്ധൻ ചമഞ്ഞ് ചികിത്സയ്ക്കെന്ന പേരിൽ നിരവധി യുവതികളെയും കുട്ടികളെയും ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് 18 കോഴിക്കോട്. അപകടത്തിൽ പരിക്കേറ്റയാളെ പോലീസ് ജീപ്പിൽ ആശുപത്രിയിൽ എത്തിക്കാതിരുന്ന സംഭവം ഏറെ വിവാദമായതാണ്. എന്നാൽ പോലീസ് വാഹനത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചാലും ഉദ്യോഗസ്ഥർക്ക് പണി കിട്ടുമെന്ന അവസ്ഥയാണിപ്പോൾ.
തിരുവനന്തപുരം AR ക്യാമ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം നൽകിയ ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇതിന്റെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിന് പുറമെ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. വാഹനം വിട്ടുകൊടുത്തപ്പോൾ കമാൻഡന്റിനെ അറിയിച്ചില്ലെന്നാണ് വിചിത്രവാദം. ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് പോലീസുകാരനെ വെട്ടിലാക്കിയത്. മനസാക്ഷിയോടെ പ്രവർത്തിച്ചു, അത് തലവേദനയായി. തിരുവനന്തപുരം AR ക്യാമ്പിലാണ് സംഭവം. കഴിഞ്ഞ വെള്ളിയാഴ്ച AR ക്യാമ്പിലെ ക്യാൻറ്റീനിലെ ജീവനക്കാരി 1ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു. കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് സഹപ്രവർത്തകർ അറിയിച്ചു. വാഹനങ്ങളുടെ GD ചുമതലയുണ്ടായിരുന്ന അരുൺ എന്ന ഉദ്യോഗസ്ഥൻ വളരെ പെട്ടെന്ന് തന്നെ ഡ്യൂട്ടി ഓഫീസറെ വിവരമറിയിച്ച ശേഷം വാഹനം വിട്ടുകൊടുത്തു. എന്നാൽ കമാൻഡന്റിനെ വിവരമറിയിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ നടപടി. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിന് പുറമെ ചെയ്തിരുന്ന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. മറ്റ് ഡ്യൂട്ടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരുപാട് സമയം അരുൺ ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. അരുണിനെതിരെ നടപടിയുണ്ടായതിൽ സേനയ്ക്കുള്ളിൽ അതൃപ്തി ശക്തമാണ്. പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത് നടി ഗൗതമയുടെ സ്വത്ത് തട്ടിയെടുത്ത കേസാണ്. ആ കേസിൽ മുഖ്യപ്രതികളെ തൃശൂർ കുന്നംകുളത്തു നിന്നും തമിഴ്നാട് പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ, ഭാര്യ ആർച്ച, മകൻ ശിവ, മകന്റെ ഭാര്യ ആരതി, ഡ്രൈവർ സതീഷ് കുമാർ എന്നിവരാണ് പിടിയിലായത്. ഗൗതമയുടെ 25 കോടിയോളം രൂപ വിലമതിക്കുന്ന 46 ഏക്കർ സ്ഥലം തട്ടിയെടുത്തെന്നാണ് കേസ്. $25 കോടി വിലമതിക്കുന്ന സ്വത്തുക്കൾ വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തെന്നാണ് ഗൗതമിയുടെ പരാതി. മകളുടെ പേരിലേക്ക് സ്വത്തുവകകൾ മാറ്റാനും മറ്റും സഹായം തേടിയിരുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അഴകപ്പനും ഭാര്യയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ചെന്നൈ കമ്മീഷണർ ഓഫീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ശ്രീപെരുമ്പത്തൂരിനടുത്തുള്ള ഭൂമി വിൽക്കാൻ അഴകപ്പന് പവർ ഓഫ് അറ്റോർണി നൽകി. ആ സമയത്ത് ചില പേപ്പറുകളിൽ ഒപ്പിടിച്ചിരുന്നു. ഈ ബോണ്ടുകൾ ദുരുപയോഗം ചെയ്യില്ലെന്നും ഉറപ്പു നൽകി. എന്നാൽ ഒപ്പ് വ്യാജമായി ഇട്ട് അഴകപ്പനും ഭാര്യയും സ്ഥലം തട്ടിയെടുത്തു. തനിക്കും മകൾക്കുമെതിരെ വധഭീഷണി ഉണ്ടെന്നും ഗൗതമിയുടെ പരാതിയിൽ ആരോപിച്ചിരുന്നു. കുന്നംകുളം ചൂണ്ടലിലെ വാടക വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് ചെന്നൈ ക്രൈംബ്രാഞ്ച് പ്രതികളെ പിടികൂടിയത്. മുഖ്യപ്രതി അഴകപ്പൻ, ഭാര്യ ആർച്ച, മകൻ ശിവ, മകന്റെ ഭാര്യ ആരതി, ഡ്രൈവർ സതീഷ് കുമാർ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. അഴകപ്പന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. തുടർന്നാണ് അന്വേഷണം ഊർജിതമാക്കിയത്. വഞ്ചന, ഭൂമി കയ്യേറ്റം തുടങ്ങിയ 5 വകുപ്പുകൾ പ്രകാരം 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പിടിയിലായവരെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. തന്റെ സ്വത്ത് തട്ടിയെടുത്തവരെ സംരക്ഷിക്കുന്നെന്നാരോപിച്ച് ഗൗതമി അടുത്തിടെയാണ് BJP-യിൽ നിന്ന് രാജിവെച്ചത്. ന്യൂസ് 18 തൃശൂർ. പോലീസ് പെട്രോളിന് പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് പോക്സോ കേസിൽ മദ്രസ അധ്യാപകന് 20 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കാസർഗോഡ് സ്വദേശി ആദമിനെയാണ് കോടതി ശിക്ഷിച്ചത്. മദ്രസയിൽ വെച്ച് 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് കോടതിയുടെ നടപടി. ഒൻപത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷാവിധി. 2019 മാർച്ച് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. മദ്രസയിൽ വെച്ച് അധ്യാപകനായ ആദം പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പ്രതിക്ക് 20 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 1 ജഡ്ജി A മനോജാണ് പോക്സോ വകുപ്പുകൾ പ്രകാരം പ്രതിക്കെതിരെ ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 2 വർഷം കൂടി അധിക തടവനുഭവിക്കണം. കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ കുമ്പള ഇൻസ്പെക്ടറായിരുന്ന A കൃഷ്ണനാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രകാശ് അമണ്ണായ ഹാജരായി. ന്യൂസ് 18 കാസർഗോഡ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത്
നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടേറെ മലയാളി യുവാക്കളിൽ നിന്നും കോടികളാണ് തട്ടിയെടുത്തത്. മഹാരാഷ്ട്ര നവി മുംബൈയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിയായ മേരി സാബു എന്ന യുവതിയും സംഘവും ചേർന്ന് 200-ലധികം പേരിൽ നിന്നും പണം തട്ടിയെടുത്തു. ആ കേസിൽ യുവതിയെ കാലടി പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് നവി മുംബൈ സ്വദേശി കിഷോർ ബെനേറാമിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അസർബൈജാനിലെ റിഗിൽ ജോലി വാഗ്ദാനം ചെയ്ത് മലയാറ്റൂർ സ്വദേശി സിബനിൽ നിന്ന് 1,25,000 രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് അറസ്റ്റ്. പ്രതികളുടെ ഉടമസ്ഥയിലുള്ള മുംബൈയിലെ ഏഷ്യ ഓറിയ എന്ന റിക്രൂട്ടിംഗ് സ്ഥാപനം വഴിയാണ് വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയത്. പരാതിക്കാരനെ മുംബൈയിലേക്ക് വിളിച്ചു വരുത്തി അഭിമുഖവും മെഡിക്കൽ പരിശോധനയും നടത്തി. വിസയ്ക്കും മറ്റുമായി 1,25,000 രൂപ കൈപ്പറ്റുകയും തട്ടിപ്പ് സംഘം വ്യാജ വിസ നൽകുകയുമായിരുന്നു. തുടർന്നാണ് യുവാവ് പോലീസിൽ പരാതി നൽകിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് നവി മുംബൈ സ്വദേശി കിഷോർ ബെനേറാമിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെയാണ് കണ്ണൂർ സ്വദേശിയായ മേരി സാബുവിലേക്ക് അന്വേഷണം എത്തിയത്. തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ ഇവർക്കെതിരെയുണ്ട്. നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ കവർച്ചാ കേസിന് പിന്നിൽ വൻ സംഘമുണ്ടെന്ന് പോലീസ്. കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ കൂടി അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. കവർച്ചാ സംഘത്തിൽ 20ഓളം പേർ ഉൾപ്പെട്ടതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയിട്ടുണ്ട്. മൈസൂരുവിൽ നിന്നും കൊടുവള്ളിയിലേക്ക് കൊണ്ടുവന്ന 68 ലക്ഷം രൂപ താമരശ്ശേരി ചുരത്തിൽ വെച്ച് കവർച്ച ചെയ്ത സംഭവത്തിലാണ് ഒരാൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി PP അബ്ദുൽ മഹറൂഫാണ് പിടിയിലായത്. ഈ മാസം 13-നാണ് മൈസൂരുവിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി വിശാൽ ദശരഥ് മഡ്ഗരിയുടെ കാർ തടഞ്ഞ് പണവും കാറും മൊബൈൽ ഫോണും കവർന്നത്. സംഭവത്തിൽ എറണാകുളം ചെട്ടിക്കാട് സ്വദേശി തോമസ്, തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ഷാമോൻ, താമരശ്ശേരി സ്വദേശി സുബീഷ്, കണ്ണൂർ ഇരിട്ടി സ്വദേശി അജിത്ത് എന്നിവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. സംസ്ഥാന വ്യാപകമായി കുഴൽപ്പണം പൊട്ടിക്കുന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ. സ്വർണ്ണക്കവർച്ച, കുഴൽപ്പണം അപഹരിക്കൽ തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ കാക്കരജിത്തിന്റെ കൂട്ടാളിയാണ് ഇപ്പോൾ പിടിയിലായ മഹറൂഫ് എന്ന് പോലീസ് പറയുന്നു. വീതം ലഭിച്ച പണത്തിൽ ബാക്കിയുള്ള 20,000 രൂപ പോലീസ് കണ്ടെടുത്തു. കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്തത് 8 പേരാണെങ്കിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20ഓളം പേർ കൃത്യത്തിൽ പങ്കാളികളായതായി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. 68 ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് പോലീസിൽ പരാതി നൽകിയതെങ്കിലും കൂടുതൽ പണം നഷ്ടപ്പെട്ടിരിക്കാമെന്നാണ് സൂചന. വയനാട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കവർച്ച നടത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും വിഫലമാവുകയായിരുന്നു. സംഘത്തലവൻ ഉൾപ്പെടെയുള്ളവരെ പിടികൂടാനായി പോലീസ് വിവിധ സംഘങ്ങളായി സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി വരികയാണ്. ന്യൂസ് 18 താമരശ്ശേരി. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ നിരവധി ജീവനുകളാണ് അപകടത്തിലാക്കുന്നത്. കോഴിക്കോട് മുക്കത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിലും വില്ലനായത് മദ്യമാണ്. സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് മുക്കം പോലീസ് കേസെടുത്തു. കോടഞ്ചേരി മൈക്കാവ് സ്വദേശി ജിൻസൺ ജോണിനെതിരെയാണ് കേസ്. കാർ ഓടിച്ചിരുന്നത് മദ്യലഹരിയിലാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കം ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പാലക്കാട് സ്വദേശി പുല്ലാനിക്കാട് ഷിജിൻ മരിച്ചിരുന്നു.
കൂടെയുണ്ടായിരുന്ന വിനീത ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റും പൂർണ്ണമായി തകർന്നിരുന്നു. തൊട്ടടുത്തെ കടയുടെ ഗ്ലാസ് പൊട്ടുകയും ചെയ്തു. കാർ അമിത വേഗത്തിലായിരുന്നുവെന്നാണ് ആരോപണം. കാർ ഓടിച്ചിരുന്ന കോടഞ്ചേരി മൈക്കാവ് സ്വദേശി ജിൻസൺ ജോൺ മദ്യലഹരിയിലാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കാറിന് ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല. മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്കാണ് ജിൻസനെതിരെ കേസെടുത്തത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മുക്കം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നവകേരള യാത്രയ്ക്ക് മുന്നോടിയായി വെഞ്ഞാറമൂട്ടിൽ കരുതൽ തടങ്കലിൽ വെച്ച പ്രവർത്തകരെ മോചിപ്പിക്കാനെത്തിയ കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചതായി പരാതി. വെഞ്ഞാറമൂട് മണ്ഡലം പ്രസിഡന്റ് നെല്ലനാട് ഹരിക്കടക്കം മർദ്ദനമേറ്റതായാണ് പരാതി. പന്തളം NSS കോളേജിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാറിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടി. 6 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലെ വിധിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിന് പിന്നാലെയാണ് സംഘർഷം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 7 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ. പേരാമ്പ്ര കല്ലോട് സ്വദേശി കുഞ്ഞഹമ്മദിനെയാണ് നാദാപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. വയനാട് നടവയലിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കോളേജ് ബസ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. നടവയൽ CM കോളേജ് ബസ് ഡ്രൈവർ ഷിൻസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കോളേജ് അധികൃതർ മാനന്തവാടി പോലീസിൽ പരാതി നൽകി. കോളേജിൽ കഴിഞ്ഞ വർഷം കോഴ്സ് പൂർത്തിയാക്കിയ പെൺകുട്ടി ഭർത്താവിനെയും കുട്ടി കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എത്തിയിരുന്നു. തിരിച്ചു പോകുമ്പോൾ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോളേജ് ബസ് ഡ്രൈവറുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ബസ് കമ്മത്തെത്തിയപ്പോൾ ഒരു സംഘം ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു. കേസിൽ കുറ്റക്കാർക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി